wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight Shri Vasudeva Naline Kshanananda Suno Shri Vasavatsa Paritapa Samitra Bhano Shri Vasavanuja Tanukkata Divya Bhano Shri Vata Mandira Pate Tava Suprabhatam Bhaktavanaika Paranaika Vidhaika എന്റെ ദൈവേ, മടുത്തു ഈ മനുഷ്യനും കൊണ്ട്. ഇന്നുള്ള പതിവാണത്. എൻ്റെ മോളോ, നീ വല്ലതും അറിയുന്നുണ്ടോ? നമുക്കൊരു മരുമകളുണ്ട്. അവൾക്ക് എന്നെ ഇഷ്ടം തന്നെയല്ല. എനിക്ക് ജീവിതം വെറുത്തു. ഞാൻ എവിടേക്കും പോവാണ്. ലക്ഷ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? ജോലിക്കൊന്നും പോയില്ലേ? ഇന്ന് ഞാൻ പോയിട്ടൊന്നുമില്ല. കാരണം അച്ഛന് വയ്യാണ്ട് കിടക്കുമല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും പോയില്ല. ഏട്ടൻ ജോലിക്ക് പോയിരിക്കുക. അപ്പൊ ഒരാളില്ലാതെ ഇവിടെ പറ്റൂല. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അച്ഛൻ ആ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട് മൂത്രം ഒഴിച്ചിട്ട്. എന്റെ ഏട്ടന്റെ സമ്പാദ്യം മൊത്തം ആ മനുഷ്യന് വേണ്ടി നശിപ്പിച്ച് കളയുവാണ്. ഏട്ടന്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അച്ഛനെ പറഞ്ഞ ജീവനാണ്. മടുത്തു, എനിക്ക് ജീവിതം മടുത്തു. ഈ മനുഷ്യനെ ഞാൻ വല്ല വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാം. ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കേൾക്കണേ ഇല്ല. മോളെ, നമ്മൾക്കും വയസ്സൊക്കെ ആവൂലേ? ഈ വൃദ്ധസാധനത്തേക്ക് കൊണ്ട് ആക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു കഷ്ടമുള്ള കാര്യം തന്നെയല്ലേ? ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തൂലേ? ഒരു അല്പം ചിന്തിച്ചിട്ടൊക്കെ സംസാരിച്ചൂടെ? ഇതൊക്കെ പറഞ്ഞാൽ മതി. കാരണം ഞാനും ഏട്ടനും മാത്രമല്ലേ അനുഭവിക്കണത്. ഇനി ഇതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ചായ എടുക്കുക. എന്താ വേണ്ടേ? ചായ ഞങ്ങൾക്ക് മതിയായി കേട്ടതോ. വയറ് നിറഞ്ഞു. ഇതിന്മേൽ ഞാൻ ഒന്നും സംസാരിക്കാനൊന്നുമില്ല. ലക്ഷ്മി, ഓഫീസിൽ എന്താ നടത്താനും? സുഖേട്ടാ, കുഴപ്പമൊന്നുമില്ല. ആ ചെക്കൻ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയോ? പിന്നെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണ്ടാന്ന് വെച്ച്. ഇന്നലെ ഞാൻ ഫോൺ നോക്കി. നീയാണ് കാരണക്കാരൻ. ആദ്യം മെസ്സേജ് ആയിട്ട് നീ കേട്ടോ. അതെ, എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുള്ളത്. പിന്നെ അച്ഛനെന്നും ബെഡിൽ മൂത്രം ഒഴിച്ചു. അച്ഛനെ എനിക്ക് നോക്കാൻ വയ്യ ചേട്ടാ. കാരണം എനിക്ക് ഈ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഓഫീസിലെത്തുമ്പോഴേക്ക് ഇന്നേ ലൈറ്റ് ആയി. അയാൾ എന്നെ ചീത്ത പറഞ്ഞ് മടുത്ത് എനിക്ക്. ഇനി എന്താ നമ്മൾ ചെയ്യുക? ഏട്ടാ പ്ലീസ് ഏട്ടാ. ഏട്ടാ, ഞാൻ അന്ന് ഒരു ഓൾഡ് ഏജ് ഹോമിന്റെ കാര്യം പറഞ്ഞില്ല. എന്റെ ഫ്രണ്ടിന്റെ അമ്മേനെ കൊണ്ടാക്കിയത്. എന്റെ ഫ്രണ്ട് അവിടെ ജോലിയുണ്ട്, ജിത്തു. ആണോ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ അന്വേഷിച്ച് നോക്കിയാലോ? അതെങ്ങനെയുണ്ട് ലക്ഷ്മി? അമ്മ മരിച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. അച്ഛന് സങ്കടമാവില്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ബുദ്ധിമുട്ട് കൂടി ചേട്ടൻ മനസ്സിലാക്കണ്ടേ? ഞാൻ രാവിലെ ഈ വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടല്ലേ പോകുന്നത്. ഏട്ടൻ കാണുന്നില്ലേ? ഏട്ടനെ 8 മണി വരെ കൂട്ടം വെച്ചിട്ട് ഉറങ്ങിയാൽ മതി. എന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കാനോ അച്ഛനെ മൂത്രം ഒന്ന് തുടയ്ക്കാനോ ഏട്ടൻ വല്ലതും നോക്കാറുണ്ടോ? ഞാനെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട്, എന്നാലും അച്ഛനല്ലേ നമ്മൾ കൊണ്ടുവിടണ്ട. പാവല്ലേ? പാവമൊക്കെ ആണ്, പക്ഷെ എനിക്ക് പണിയെടുക്കാൻ വയ്യ. എന്റെ ഇടുപ്പ് നട്ടൊക്കെ ഒടിഞ്ഞ് പിന്നെ മടുത്ത്. അതുകൊണ്ടാണ്. എന്തായാലും സാരമില്ല, ഞങ്ങൾ സംസാരിക്കട്ടെ അച്ഛനോട്. അച്ഛനത് സംസാരിച്ച അച്ഛൻ സമ്മതിക്കില്ല. എന്നാ നമുക്ക് നാളെ കൊണ്ടാക്കാം. പോരെ? നീ ഹാപ്പിയാണോ? ഹലോ. ആ ജിത്തു ഭായ്, ഞാൻ നാളെ പറഞ്ഞിരുന്നില്ല അച്ഛൻ്റെ കാര്യം. ബ്രോ, നിങ്ങളൊക്കെ വലിയ പൈസക്കാരല്ലേ? ഇത് നമ്മൾ സാധാരണക്കാരെ നോക്കുന്നൊരു സ്ഥാപനമാണ്. പക്ഷേ നിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടും ഒരു 6 മാസത്തേക്ക് വേണ്ടിക്ക് അച്ഛനെ കൊണ്ടേ നമുക്ക് ഇവിടെ നിർത്താം. 6 മാസം, അതിൽ കൂടുതൽ നിർത്താൻ പറ്റില്ല. അത് മതി 6 മാസം കിട്ടിയാൽ മതി. പിന്നെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട്. നീ എൻ്റെ കൂട്ടുകാരല്ലടാ, പ്ലീസ്.
ഓക്കെ ഓക്കെ, വലിയ ഉപകാരം. താങ്ക് യു എടാ. ഞാൻ നാളെ കൂട്ടി വരാം കേട്ടോ. ഓക്കെ ഓക്കെ. മക്കളെ നിങ്ങൾ എവിടെ എന്നെ കൊണ്ടുപോകുന്നത്? അച്ഛൻ അങ്ങോട്ട് കയറി എല്ലാം പറയാം. ഒരു സ്ഥലം വരെ പോയി ഒരു യാത്ര പോകാം. ജിത്തു, ജിത്തു, അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാം. അച്ഛാ ഇടയ്ക്ക് ഇനി അച്ഛനെ കാണാൻ വരാം. ഒരു 6 മാസം മാത്രം അച്ഛൻ ഇവിടെ നിന്നാൽ മതി. മോനെ എന്നോട് ഈ ചതി ചെയ്യണ്ട. എൻ്റെ മോതലാക്കാൻ കയറി തന്നിട്ട് ഞാൻ ആക്കി പോകാൻ ഈ ചതി എന്നോട് ചെയ്യല്ല മോനെ. അച്ഛൻ എന്താ അറിയില്ല, ലക്ഷ്മിക്ക് നിങ്ങളെ കൂടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് 2 ആളെ ഒഴിവാക്കാൻ വയ്യ. 6 മാസം കഴിഞ്ഞാൽ വേറൊരു വീട് എടുത്തിട്ട് അച്ഛൻ ഞാൻ കൊണ്ടുപോകും. ഞാൻ ഇവിടെ നിൽക്കൂല, ഞാൻ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ നിൽക്കൂല മോനെ. വേണ്ട അച്ഛൻ, അച്ഛൻ ഇവിടെ നിൽക്കി. അച്ഛാ ഞങ്ങള് പോയിട്ട് വരെ. എടി നിന്റെ കാരണത്താലാണ് എൻ്റെ ജീവിതം ഇങ്ങനെ. ഞാൻ ചത്താലും ഇങ്ങോട്ട് വരില്ല. എനിക്ക് ആരും കാണണ്ട. സാരില്ല അച്ഛാ, അവൾ അങ്ങനൊന്നും പറയണ്ട. കിടന്നോ അച്ഛാ. അച്ഛനെ എന്നോട് പൊറുക്കണം. വേറെ വഴിയില്ലാത്തോണ്ട് അച്ഛൻ. എനിക്കൊരു ദേഷ്യമില്ല, ഒന്നുമില്ല. ഓളെ പൊന്നു നോക്കണം. ഞാൻ ഇടയ്ക്ക് വരും അച്ഛൻ. ആയിക്കോട്ടെ. സങ്കടപ്പെടില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഉള്ള ക്യാഷൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ജിത്തു എൻ്റെ ഫ്രണ്ടാണ്. നിങ്ങളെ പൊന്നു പോലെ നോക്കും. പോയിട്ട് വരാം കേട്ടോ.